ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ചെമ്മീൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. സോ ആദ്യം നമ്മുടെ കയ്യിലുള്ള നെയ്യാണോ ഡാൽഡയാണോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവോള ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ മിക്സഡ് ജാർ എടുത്തിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല നമ്മൾ ക്ലീനാക്കി വെച്ച് ചെമ്മീനിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് നമുക്ക് പുരട്ടി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. സോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. നമുക്കൊന്ന് കുറച്ച് നേരം കാത്തിരിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലുള്ള ഏത് നെയ്യാണോ ഡാൽഡയാണോ ഏതാണുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്പീഷൻ നെയ്യാട്ടോ. സോ പാൻ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഞാനിത് ആ നെയ്ക്കകത്തോട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ പരുവം. നോക്കിക്കേ. അപ്പോൾ ഈ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ച ഓണിയനും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇനി അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി കേർഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് യോഗട്ടോ ഇത് കട്ടിത്തൈര് നമ്മുടെ ഏതാണല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ ഗീ റോസ്റ്റ് റെഡി. നമുക്കിത് ഈ ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. സോ ഇത്രയേ ഉള്ളൂ. സോ സംഭവം വളരെ സിമ്പിളല്ലേ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. സോ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും